ഹലോ ഗൈസ്, അങ്ങനെ അടുത്ത ഋതുവിലേക്ക് നമ്മുടെ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ്. മൺസൂൺ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനി രോഗങ്ങളുടെ ഒരു കാലാവസ്ഥയും കൂടിയാണ്. സാംക്രമിക രോഗങ്ങളും പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് കുറേ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവും. അപ്പം ആരോഗ്യത്തിന് പ്രഥമ പരിഗണന നൽകുന്ന രീതിയിലുള്ള ഭക്ഷണക്രമവും ജീവിത രീതികളും ഒക്കെ എല്ലാവരും സ്വീകരിച്ചോളൂ കേട്ടോ. അതിനുള്ള സമയമായി. ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, കൊതുക് വരുന്നത് ഒഴിവാക്കാനായിട്ട് വെള്ളക്കെട്ടുകളൊക്കെ ഒഴിവാക്കുക. കഴിവതും പരിസര ശുചീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഴ നല്ല ക്ലൈമറ്റ് ആണ്, തണുപ്പാണ്, പുറത്ത് നോക്കി നിൽക്കാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ മഴ നമുക്ക് തന്നെ ഒരു തലവേദനയായി തുടങ്ങും. നമ്മൾ പേടി തോന്നും ചില സമയത്തൊക്കെ മഴ കാണുമ്പോൾ, അയ്യോ ഇത് പ്രളയമാവോ എന്നൊക്കെയുള്ള പേടിയാവും. ഉരുൾപൊട്ടലിനെ നമ്മൾ പേടിക്കണം. കാരണം അറിയാലോ നമ്മുടെ നാട്ടിൽ എന്തോരം ദുരന്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പേടിപ്പിക്കല്ല കേട്ടോ പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ മുന്നറിയിപ്പുകൾ തന്നതാണ്. ഇനി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് എന്നതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം മഴ എന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള കാര്യത്തെ എൻജോയ് ചെയ്യുക, മനോഹരമാക്കുക. ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടാവാതെ ഇരിക്കട്ടെ. വളരെ സമാധാനത്തോടും പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ലാതെയും നമുക്ക് ഈ ഒരു ഋതുവും കംപ്ലീറ്റ് ആക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.